നിർണായക ഘട്ടത്തിൽ കോൺഗ്രസിനെ വഞ്ചിച്ചു പോയ പി.സി. ചാക്കോ വഴിയാധാരമാവുകയാണ്. ചാക്കോ മാത്രമല്ല, സംസ്ഥാനത്ത് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി ഇല്ലാതാകാൻ പോകുകയാണ്. NCPയിൽ ആകെയുള്ള 2 MLA-മാരിൽ ആര് മന്ത്രിയാകുമെന്ന് പോലും തീരുമാനിക്കാൻ കഴിയാതെ CPM തന്നെ ആ പാർട്ടിയുടെ തീരുമാനം ഹൈജാക്ക് ചെയ്ത സാഹചര്യത്തിൽ AK ശശീന്ദ്രൻ എന്ന 80 വയസ്സുകാരൻ മന്ത്രിയിൽ മാത്രം ഒതുങ്ങുകയാണ് NCP. അതോടെ അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന പി.സി. ചാക്കോ നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ അനിഷ്ടം തുടരുമ്പോൾ തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ കഴിയില്ല എന്ന് AK ശശീന്ദ്രൻ തന്നെ പറയുമ്പോൾ സംസ്ഥാന അധ്യക്ഷനായ ചാക്കോയുടെ വാക്കുകൾക്ക് പഴയ ചാക്കിന്റെ വില പോലും ഇല്ല എന്നുള്ളതാണ് ഉറപ്പാവുന്നത്. അതോടെയാണ് അദ്ദേഹം സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചത്. തുടർച്ചയായി 8 വർഷത്തോളമായി മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനെ മാറ്റി അവസാനത്തെ 1 വർഷമെങ്കിലും തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകണമെന്ന ഒറ്റ ആവശ്യം ഉന്നയിച്ചത് പി.സി. ചാക്കോ ആണ്. അതുപോലും നൽകാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. AK ശശീന്ദ്രനെ മാറ്റി തോമസിനെ മന്ത്രിയാക്കാനുള്ള ദില്ലി ദൗത്യവും പാളി. പവാറും കരാട്ടും വഴി അവസാനഘട്ട ശ്രമത്തിനായിരുന്നു ചാക്കോയുടെയും തോമസ് കെ തോമസിന്റെയും ശ്രമം ഉണ്ടായിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അയ്യുന്ന ലക്ഷണമൊന്നും തോമസിന് ഇതുവരെ മുഖ്യമന്ത്രിയെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തോമസ് കെ തോമസിന്റെ മനസ്സ് മാത്രമല്ല, ചാക്കോയുടെ മാനവും മര്യാദയും കൂടി പൊതുമധ്യത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ക്ഷീണം മാറിക്കിട്ടാൻ തോമസ് മന്ത്രിയായില്ലെങ്കിൽ ശശീന്ദ്രനും വേണ്ട എന്ന് ചാക്കോ നീക്കം നടത്തി. എന്നാൽ ആ അടവും നടക്കുന്ന ലക്ഷണമില്ല. ഉള്ള മന്ത്രിയെ ഇല്ലാതാക്കുന്നതിനോട് ശരത് പവാറിനും സംസ്ഥാനത്തെ നേതാക്കൾക്കും താല്പര്യമില്ല. മന്ത്രിയെ മാറ്റാനുള്ള അടവുകൾ പിഴച്ചതോടെയാണ് ഒടുവിൽ സ്വയം ഒഴിയാമെന്ന് ചാക്കോ അറിയിച്ചിരിക്കുന്നത്. സ്വന്തം പാർട്ടിയുടെ മന്ത്രിയെ പാർട്ടിക്ക് തീരുമാനിക്കാനായില്ലെങ്കിൽ എന്തിന് സ്ഥാനത്ത് തുടരണമെന്നാണ് പി.സി. ചാക്കോ നേതാക്കളെ അറിയിച്ചത്. മാനം പോയെന്ന് മാത്രമല്ല, സ്വന്തം മന്ത്രി ശശീന്ദ്രൻ തന്നെ സംസ്ഥാന പ്രസിഡന്റിനെ പുലഭ്യം പറയുകയാണ്. തന്റെ എതിർചേരിയുടെ പുതിയ ദൗത്യവും പൊളിഞ്ഞതോടെ ശശീന്ദ്രൻ തിരിച്ചടി തുടങ്ങി. മുഖ്യമന്ത്രി ചാരി ചാക്കോയുടെയും തോമസിന്റെയും ആഗ്രഹം നടക്കില്ല എന്ന് തന്നെ AK ശശീന്ദ്രൻ വ്യക്തമാക്കി കഴിഞ്ഞു. അതോടെ സംസ്ഥാന പ്രസിഡന്റിന് NCPയിൽ പുല്ലുവില പോലും ഇന്നില്ല എന്നുറപ്പായി. പുതിയ നീക്കം ലക്ഷ്യം കാണാത്തതിൽ തോമസിനേക്കാൾ നഷ്ടം ചാക്കോക്കാണ്. 2 MLA-മാരിൽ ഒരാളും ബഹുഭൂരിപക്ഷം ജില്ലാ പ്രസിഡന്റുമാരും ഒപ്പമുണ്ടായിട്ടും ദേശീയ നേതൃത്വം പച്ചക്കൊടി കാട്ടിയിട്ടും ശശീന്ദ്രനെ വീഴ്ത്താനാകാത്തത് വലിയ വീഴ്ചയാണ്. വലിയ ഗതികേടിലാണിപ്പോൾ പി.സി. ചാക്കോ നിൽക്കുന്നത്. അധ്യക്ഷ സ്ഥാനം വിട്ട് ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരാമെന്നാണ് നിലപാട്. അത് ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം, പി.സി. ചാക്കോ എന്ന നേതാവിന് കോൺഗ്രസ് നൽകിയ സ്ഥാനങ്ങൾ വളരെ വലുതാണ്. 1982 തന്നെ സംസ്ഥാനത്തെ മന്ത്രിസ്ഥാനം നൽകി. പതിറ്റാണ്ടുകളോളം ലോക്സഭ MP, 2G സ്പെക്ട്രം കേസിലെ JPC അധ്യക്ഷൻ, ദില്ലി കോൺഗ്രസിന്റെ ചുമതല, അങ്ങനെ ഇതുപോലത്തെ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി സ്ഥാനങ്ങൾ നൽകിയായിരുന്നു കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ കൊണ്ടു നടന്നത്. പാർട്ടിയുടെ ഉപ്പും ചോറും തിന്ന് പതിറ്റാണ്ടുകളോളം ജീവിച്ചു. എന്നിട്ടും വയസ്സായ കാലത്ത് സീറ്റ് നൽകിയില്ല എന്ന പേരിൽ ഒരു നിർണായക ഘട്ടത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് മറുകണ്ഠം ചാടിയത്. ഇപ്പോഴിതാ പോയെടുത്ത് നിന്ന് കരയുകയാണ്. സംസ്ഥാന പ്രസിഡന്റായ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഏതായാലും എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയ പാർട്ടിയെ വഞ്ചിച്ചതിന് കിട്ടിയ ശിക്ഷ, ഇതിനെ കാലത്തിന്റെ കാവ്യനീതി എന്ന് തന്നെ പറയാം.